കണ്ണൂർ വിഷൻ നേർരേഖയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നേർരേഖ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്ന എഴുത്തിൻ്റെ ലോകത്തെക്കുറിച്ചാണ്. രാജി, എന്താണ് ക്യാൻസർ? എപ്പോഴാണ് ആ ചങ്ങാതി നിങ്ങളുടെ കൂടെ കൂടിയത്? ചങ്ങാതി കൂടിയത് ചങ്ങാതി തന്നെയല്ലേ? വളരെ കൂളായിട്ട് കുറച്ചു കാലം കൂടെ വന്നു, പിന്നെ അത് ഞാൻ ശരിക്കും പറഞ്ഞ അതിനൊരു അർത്ഥം ഞാൻ വേറെ കാണുക സാർ. കാര്യം 2021 ആ ചങ്ങാതി കൂടിയതിന് ശേഷം ഞാൻ വേറൊരാളായി മാറുക ചെയ്തത്. ശരിക്കും പറയാൻ ഞാൻ സിന്ധുവിനോട് തന്നെ അവരുടെ ഒരു പുസ്തകത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ഒരു ക്യാൻസർ സർവേയർ എന്നുള്ള രീതിയിൽ അവർ പുസ്തകത്തിൽ ഒരു ലേഖനം എന്നോട് ആവശ്യപ്പെട്ടിരുന്നു. അതിൽ ഞാൻ എഴുതി കൊടുത്തിരുന്നു, ഞാൻ 2021 മുമ്പുള്ള ആളല്ലായിരുന്നു. 2021 ശേഷം രൂപത്തിൽ തന്നെ മാറ്റം വന്നു. ഞാനൊരു പുതിയ ആളായിട്ട് ആർക്ക് കണ്ടാലും വലിയൊരു ചേഞ്ച് ജീവിതത്തിൽ ഉണ്ടായതുപോലെ കാണുന്നവർക്ക് ബോധ്യപ്പെടുന്നുണ്ട്, അതങ്ങ് ഇഷ്ടപ്പെടുന്നുണ്ട് ചില ആൾക്കാർക്ക്. ഒരാൾ എന്നോട് പറയുകയും ചെയ്തു, എനിക്കും ക്യാൻസർ വന്നിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു നിങ്ങളെ കാണുമ്പോഴൊന്നും. അത്രയധികം പോസിറ്റീവായി എൻ്റെ എല്ലാ നേട്ടങ്ങളും ഞാൻ അതിനുശേഷമാണ് ഉണ്ടാക്കിയത്. എങ്ങനെയാണ് ഇവൻ കൂടെ എപ്പോഴാണ് ഇവൻ നിങ്ങളോട് പറഞ്ഞത് ഞാൻ കൂടെ ഉണ്ട് എന്ന്? എപ്പോഴാണ് ഉണ്ട് എന്ന് പറയാൻ ഞാനൊരു എന്താണ് ശരിക്കും ആദ്യം ജോലി എന്തായിരുന്നു? കാക്കയങ്ങാട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ സ്റ്റാഫാണ് ഞാൻ. സ്റ്റാഫ് നേഴ്സ് ആയിരുന്നു? അല്ല, ലാസ്റ്റ് ഗ്രേഡാണ്. അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് ഞാനൊരു രോഗിയാണെന്ന് എനിക്കറിയില്ല. അതിനൊക്കെ രോഗത്തിൻ്റെത് ഒരു ലക്ഷണവും എനിക്കില്ല. വെറുതെ ഈ ലിംഫോമ എന്ന് പറഞ്ഞ ബ്ലഡിൽ ഉണ്ടാകുന്ന ഒരു അസുഖമാണത്. ഞാൻ പറഞ്ഞു എൻ്റെ കൂടെ എന്ന് പറഞ്ഞത് ഈ ലിംഫോമയ്ക്ക് ഈ എന്താണ് സിന്ധു, അതിൻ്റെ ഈ ലിംഫുകൾക്ക് ഇങ്ങനെ വീക്കം ഉണ്ടാവുകയാണ്. ചെറിയ ചെറിയ നൊഡ്യൂൾസാണ് ബ്ലഡിൽ, നരമ്പുകളിൽ ഇങ്ങനെ തുടങ്ങിയിട്ട് അങ്ങനെ ആദ്യം കൊന്നില്ലേ നമുക്കെന്താണ് ഈ കഴലകൾക്കാണ് ഇത് ബാധിക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ നമ്മുടെ എവിടെ ഒരു കഴലയുണ്ട്, ആ കഴലേക്ക് ഇത് ബാധിച്ചപ്പോഴായിരിക്കാം എനിക്ക് ഇവിടെ ഒരു ചെറിയൊരു ശ്വാസം വിടുമ്പോൾ മുകളിലേക്ക് കുറച്ചൊരു മുഴ പോലെ ഇങ്ങനെ വരും. അത് ശ്വാസം വിടുമ്പോൾ അങ്ങ് ഇത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. അപ്പം ഞാൻ എൻ്റെ ആശുപത്രിയിലെ ഡോക്ടർ, ഒരു പ്രശാന്ത് ഡോക്ടർ, എൻ്റെ ഇരട്ടി തന്നെയുള്ളൊരു ഡോക്ടറാണ്. ഡോക്ടറോട് ഞാൻ പറഞ്ഞു, സാർ നമ്മൾ ഫ്രണ്ട്ലിയായിട്ട് എങ്ങനെയാണ് ചായ കുടിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഇതൊന്ന് നോക്കിക്കുക, ഇങ്ങനെ ശ്വാസം വലിക്കുമ്പോൾ ഇങ്ങനെ ഒരു നഴല് വരുന്നു, ശ്വാസം വിടുമ്പോൾ അങ്ങ് പോകുന്നു, ഇതെന്താണെന്ന് ചോദിച്ചു. ഇതെന്തുവാണ്? കുറച്ച് ദിവസമായി ഞാനിത് കാണുന്നു, വന്നേ നോക്കട്ടെ എന്ന് പറഞ്ഞു സാറ് ഒരു പിന്നെ അവിടുത്തെ സ്റ്റാഫ് നഴ്സിനെയും കൂട്ടിയിട്ട് എന്നെ വേറെ ഒരു റൂമിൽ കൊണ്ടുപോയി കക്ഷവും ഈ കഴുത്തും മൊത്തത്തിൽ ഈ കഴലകളെല്ലാം സാറ് നോക്കിയിട്ട് പറഞ്ഞു, നമുക്കൊന്ന് കണ്ണൂർ കാണിച്ചാലോ എന്ന്. എനിക്കൊരു രോഗവും ഇല്ല. അപ്പം സാറ് ഞാൻ ചോദിച്ചതിന് ചുമ്മാ അതൊന്ന് കാണിച്ചേക്കാം അന്നേ ഉള്ളെന്ന്. പക്ഷെ ഞാൻ ഓക്കെ പറഞ്ഞു, സാറ് പറഞ്ഞ പോലെ തന്നെ ഞാൻ കണ്ണൂർ കാണിച്ചു. അതിൽ നിന്നാണ് തുടക്കം. പക്ഷെ അന്നേരം തന്നെ സാറ് എൻ്റെ സിസ്റ്ററോട് പറഞ്ഞു, ലിംഫോമയുടെ സ്റ്റാർട്ടിങ് ആണെന്നൊരു സംശയമുണ്ട് എന്ന്. ഒരു പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ PHC ആ സാറിനെ ദൈവം പോലെ സമ്മതിക്കണം. എനിക്ക് ആ സാറിനെ ഞാൻ ഭയങ്കര ചെറിയ ഒരു 10-35 വയസ്സേ ഉള്ളത്. പക്ഷെ ആ സാറിൻ്റെ അവർ ആദ്യം ഇത് പിന്നെ ബ്രസ്റ്റ് ക്യാൻസർ ആണെന്ന് വിചാരിച്ചിട്ട് ഒരു 3 മാസത്തോളം ഇവരുടെ ഹോസ്പിറ്റലിൽ നിന്ന് അതിന് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ പുറകിലാണ് അവർ പോയത്. 2.5 മാസത്തോളം അതും എവിടെ ഇല്ലയെന്ന് കണ്ടുപിടിച്ചതിന് ശേഷമാണ് ഇവർ ഹെമറ്റോളജിയിലേക്ക് മാറിയത്. അപ്പോൾ 2.5 മാസം കൊണ്ട് ഇത് 1ാം സ്റ്റേജിൽ നിന്ന് 2ാം സ്റ്റേജിലേക്ക് വന്നു. സ്റ്റേജ് 2 ആയി. എനിക്ക് രോഗലക്ഷണങ്ങൾ ഇല്ല. എനിക്ക് സത്യം പറഞ്ഞാൽ പോസിറ്റീവായി മാറുന്നത് എങ്ങനെയാണെന്നാണ് എൻ്റെ ചോദ്യം. പോസിറ്റീവായി മാറിയത് രോഗം എന്നവരെ പറഞ്ഞത് കാര്യം അത്രയ്ക്ക് ഒരു പോസിറ്റീവായി എനിക്ക് രോഗമാണെന്ന് കൺഫേം ആയിട്ട് എൻ്റെ മനസ്സിൽ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ചികിത്സ ഡോക്ടർ പറഞ്ഞു 6 കീമോ എടുക്കേണ്ടി വരും. 6 കീമോ ഞാൻ ചോദിച്ചു 6 കീമോ അത് എടുക്കാം, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒറ്റ ഒരു കാര്യം അവർ പറഞ്ഞുള്ളൂ, മുടി പോകും, വേറെ ഒന്നും പ്രശ്നമില്ല. അത് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ നിവൃത്തിയൊന്നും ഇല്ലല്ലോ, 6 കീമോ എടുത്താൽ മാറുന്നു, ചെറുതായിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരു 5 വർഷത്തിന് ശേഷം അത്രേ ഇതിൻ്റെ ഈ മറ്റ് എല്ലാം വരുള്ളൂ. അതുവരെ ഞാനിങ്ങനെ നടക്കുമായിരുന്നു. പ്രശാന്ത് ഡോക്ടറാണ് അത് കണ്ടുപിടിക്കാനുള്ള കാരണം. പക്ഷേ 6 കീമോ എടുത്തു. ഫസ്റ്റിൽ 3 കീമോ എടുത്തു കഴിഞ്ഞപ്പോൾ ഒന്നുകൂടെ ഒരു സ്കാൻ ചെയ്തപ്പോൾ ഈ ഉണ്ടായിരുന്നതിൽ 95% നൊഡ്യൂൾസ് പോയി. പിന്നെ ഒരു എണ്ണം മാത്രമേ ബാക്കിയുള്ളൂ. അത് ബാക്കി 3 കീമോ കൊണ്ട് എടുത്ത് 6 കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു.
2021 മാർച്ചിൽ തുടങ്ങി ജൂലൈയിൽ അത് നിർത്തി. അല്ല, ഈ കീമോ എല്ലാം എടുത്ത് മനുഷ്യൻ ഈ ഒരു ക്യാൻസർ രോഗി എന്നൊരു ഫീലിങ്ങിൽ ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിലൊരു എത്ര വർഷം മുമ്പാണിത്? 21-ലായിരുന്നു. 21. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു തളർച്ച ഒന്നുമില്ല. അത് പോസിറ്റീവായി മാറുന്നതിനൊരു ഘടകം വേണ്ടേ ഒരാൾ അത്രയും വലിയ എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ആ സമയത്ത് എന്നെ തളർത്തിയത് എൻ്റെ ആ രൂപം തന്നെ മാറിപ്പോയി. കണ്ണിൻ്റെ പീലി പോലും പോയി. പീലിയൊന്നുമല്ല, മുടിയെല്ലാം വട്ടയായി. ആ ഒരു സമയത്ത് എനിക്ക് മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ ഒരു വിഷമമുണ്ടായി. അപ്പം നേരത്തെ പറഞ്ഞ സാർ എൻ്റെ ഒരു ഫ്രണ്ടാണ്, ഫാമിലി ഫ്രണ്ടാണ്. സാർ എന്നെ കാണാൻ വന്നിട്ടോടെ ഞാൻ അനുവദിച്ചില്ല. പഴയ രാജ്യം മനസ്സിലുണ്ടെങ്കിൽ സാറ് വരണ്ട, കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ആ സാറത് പിന്നെ പല വേദികളിലും പറഞ്ഞു. എൻ്റെ ഒരു സുഹൃത്തിന് ക്യാൻസറാന്ന് അറിഞ്ഞിട്ട് ഞാൻ കാണാൻ ചെന്നിട്ട് എന്നെ കാണിച്ചില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എൻ്റെ ആ ഒരു ഫീലിംഗ് മാത്രമേ എനിക്കുണ്ടായി. പക്ഷെ മുടിയൊക്കെ വന്നു കഴിഞ്ഞ് മരുന്ന് നിർത്തി കഴിഞ്ഞപ്പോൾ ഒരു മാസം 2 ആഴ്ചയ്ക്ക് ശേഷം മുടി ഇങ്ങനെ മണ്ണ് ഇങ്ങനെ തലയിൽ വാരിയിട്ടാൽ എങ്ങനെ ഉണ്ടാവും, അതേപോലെ ചെറിയ ചെറിയ കുരുക്കളായിട്ട് വന്ന് അങ്ങനെ മുടിയെല്ലാം വന്ന് ഒരു ചെറിയ മുടിയൊക്കെ ഇന്ന് വന്നു കഴിഞ്ഞു. അതുവരെ ഞാൻ തലയിൽ തൊപ്പി വെക്കുമായിരുന്നു. മുടി ഇങ്ങ് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനത് വെക്കാറായി. അതിനുശേഷം ഞാൻ ഫേസ്ബുക്കിൽ നിന്ന് എല്ലാം എൻ്റെ അസുഖം തുടങ്ങിയതും ഞാൻ ആദ്യം പരിശോധിക്കാൻ പോയതും അവിടെ നിന്നാണ് ഞാൻ സിന്ധുവിനെ ആദ്യം കാണുന്നത്. കീമോ എടുക്കാൻ വേണ്ടിയിട്ട് പറയുമ്പോൾ എനിക്ക് ആദ്യം തന്നെ എന്നെ വിടാൻ വേണ്ടിയിട്ട് ബെഡൊക്കെ തയ്യാറാക്കി ഇട്ടിട്ട് എത്രയും നേരത്തെ വിടാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ മോനും മരുമോനൊക്കെ കൂടെ എന്നെ കൊണ്ടുപോകുന്നത്. അപ്പോൾ സിന്ധുവിൻ്റെ നല്ല ഹെൽപ്പ് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് സിന്ധുവിനെ എനിക്ക് പരിചയം. അങ്ങനെയാണ് ജീവിതത്തിൽ ഈ അനുഭവങ്ങളൊക്കെയാണ് എഴുത്തിലും കൂടുതൽ കരുത്തായി അല്ല കരുത്ത് അതല്ല. എൻ്റെ ഏറ്റവും വലിയ ഫേവറേറ്റ് പുസ്തകം ഈ ക്യാൻസർ അസുഖത്തിന് ശേഷം മുമ്പാണ് എഴുതിയത്. ഏതാണത്? അത് ചെല്ലമ്മയുടെ മയ്യത്ത് എന്ന് പറഞ്ഞ എൻ്റെ ഒരു പുസ്തകം. എനിക്ക് എൻ്റെ എത്ര കാലം ഞാൻ ജീവിച്ചിരുന്നാലും എൻ്റെ മനസ്സിൽ നിൽക്കുന്നൊരു പുസ്തകം ചെല്ലമ്മയുടെ മയ്യത്തിനെ കുറിച്ച് ചെറിയൊരു വിവരണം വേണം. അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊന്ന് സുധയിലേക്ക് പോകാം. സുധ, നിങ്ങൾ ഈ പുസ്തകത്തിന്റെ കൂട്ടായ്മ ഉണ്ടല്ലോ, ആദ്യം ഈ ഷാർജ ബുക്ക് ഫസ്റ്റ് റിലീസിങ് എവിടെയാണ് നിങ്ങൾ നടത്തുന്നത്? ആദ്യത്തേത് സാഹിത്യ അക്കാദമിയിൽ തൃശ്ശൂർ സാഹിത്യ. ആരുടെ പുസ്തകമായിരുന്നു? നമ്മുടെ ഒരു ആന്തോളജിയാണ്, ഞങ്ങൾ എല്ലാവരും കൂടി എഴുതിയൊരു. എത്ര പേജുള്ള പുസ്തകം? പെണ്ണില്ലത്തിന്റെ പേരിൽ തന്നെ അല്ലേ? എഡിറ്റർ രാജ. 40 പെൺകവിതകളും ആത്മാനുഭവങ്ങളും. ഭയങ്കര ഇത് സ്ത്രീകളൊരു കൂട്ടായ്മയായിട്ട് വളരും. നാളെ നിങ്ങൾ കേരളത്തിലെ സ്ത്രീകൾ പുറത്തിറങ്ങണ്ടെന്ന് തീരുമാനിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് വളരാൻ സാധ്യതയുള്ള ഒരു സംഘടനയായി. ബൈക്കിലെ ചിത്രം എഡിറ്റർ എന്നുള്ള നില എൻ്റെ മുടി പോയതിനു ശേഷം കേട്ടോ. കഥയിലാണ് പെണ്ണുങ്ങൾ പുറത്തിറങ്ങൂല എന്ന് പറഞ്ഞതെങ്കിൽ ഭാവിയിൽ പുരുഷന്മാർക്കൊരു വാണിംഗ് കൊടുക്കാൻ നിങ്ങൾ വിചാരിച്ചാൽ നടക്കുന്ന രീതിയിലേക്ക് വളരാൻ സാധ്യതയുള്ള ഒരു കൂട്ടായ്മയാണിത് അല്ലേ? അപ്പൊ ആദ്യത്തെ പുസ്തകം ഇതിന്റെ എന്തുകൊണ്ട് സാഹിത്യ അക്കാദമി തിരഞ്ഞെടുത്തു? നമ്മളെ പോലുള്ള എഴുത്തുകാർക്ക് ഒരു അവസരം എന്ന നിലക്ക് സ്ഥലം. ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കവിതകൾ മാത്രമല്ല, ആ കവിത എഴുതാൻ നമ്മളെ പ്രേരിപ്പിച്ച നമ്മുടെ അതായത് നമ്മുടെ ഉള്ളിന്റെ ആ ചേതോ വികാരം എന്താണ് അതും കൂടി ഉണ്ട്. സത്യസന്ധമായിട്ട് എഴുതിയതാണ് എല്ലാവരും. എല്ലാം വെറൈറ്റി ആണ്. എല്ലാത്തിലും ഒരു സ്ത്രീകളുടെ ചെറിയൊരു പ്രശ്നം ഇതിനകത്ത് കാണുന്നുണ്ട്. എൻ്റെ വീട് അത് സ്ത്രീകളുടെ ഫീലാണ്. ഒന്ന് ചേക്കേറാൻ, അത് ഒരു പെൺകുട്ടിയുടെ വിവാഹ ജീവിത സങ്കല്പം അങ്ങനെയൊക്കെ ആണോന്ന് എനിക്കറിയില്ലേ. ഏകാകിനി, മൗനസഞ്ചാരം, തനിയെ, സെയിൽസ് ഗേൾ, എല്ലാം സ്ത്രീ അല്ലേ? ചായവുള്ളതെന്ന് പറഞ്ഞാൽ തെറ്റുമോ? മൗനം. പലപ്പോഴും സ്ത്രീകളാണ് കൂടുതൽ മൗനത്തോടെ ഇരിക്കാറ്. പുരുഷന്മാർ സ്ത്രീകളെ സങ്കടം വന്നാൽ ചിലപ്പം മിണ്ടാതെല്ലാം ഇരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ദുർവിധി, കനൽപ്പാതയിലെ മഞ്ഞുതുള്ളി, പുണ്യജന്മം, ഉറങ്ങാത്ത മുറിവ്, ഇനിയൊരു പെണ്ണിടം, ഈശ്വര, എല്ലാം പെണ്ണ് എന്ന് പറഞ്ഞൊരു കവിതയുണ്ട്. അപ്പോൾ ഇതിന് ശേഷം പിന്നെ എങ്ങനെയാണ് അതിൻ്റെ റിലീസിങ്? കേരളത്തിലെ ആളുകൾ കടന്നു വരുന്നത്, കൂടുതൽ ആളുകൾ ശേഷം ഇതൊരു വാട്സപ്പ് കൂട്ടായ്മയായിരുന്നു. രജിമാം അഡ്മിൻ ആയിക്കൊണ്ടൊരു വാട്സപ്പ് കൂട്ടായ്മയായിരുന്നു. ആ വാട്സപ്പ് കൂട്ടായ്മയിലേക്ക് നമ്മളെല്ലാവരും യോജിക്കുകയും അതേ തുടർന്ന് പിന്നീട് വന്നത് മാർച്ച് 8 വനിതാ ദിനത്തിൽ നമ്മളൊരു വനിതാ ദിന കാഴ്ചപ്പാടുകളെ കുറിച്ചൊരു പുസ്തകം എഴുതി. വനിതാ ദിന, പെണ്ണില്ലത്തിന്റെ വനിതാ ദിന കാഴ്ചപ്പാട്. അതിനു മുമ്പ് ഉള്ളതാണ് ഇല്ലത്തെ പ്രണയിനി. ഞങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ പ്രണയം എങ്ങനെയാണ്. അപ്പോഴത്തേക്ക് ഈ പുസ്തകം ഇറങ്ങുമ്പോഴത്തേക്ക് നിങ്ങൾ എത്ര പേരുണ്ടായിരുന്നു കൂട്ടായ്മയിൽ? അതിന്റെ അകത്ത് എല്ലാവരും ഉണ്ട്. 45 പേര് എന്നെ എഴുതിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് പ്രണയം? എല്ലാവരും പ്രണയിച്ചവരാണോ? വ്യത്യസ്തങ്ങളായ പ്രണയങ്ങളാണല്ലേ? പ്രണയിക്കാത്തവരില്ല. ഇല്ല. തീർച്ചയായിട്ടും അത് തുറന്ന് എഴുതുന്നുണ്ട്. ഇടയ്ക്ക് പറഞ്ഞോട്ടെ,
ഇതിന് ശേഷമുള്ള ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ ഇല്ലേ, ആ ദിവസവും മാർച്ച് 8 സാർവദേശി വന്നതിനും ഈ 2 ദിവസം എഴുതിയ പുസ്തകമാണ് അതിൻ്റെ സ്പെഷ്യലാണത്. അപ്പോൾ പ്രണയദിനത്തിൽ പ്രണയത്തെക്കുറിച്ചല്ലേ എഴുതാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് അത് പ്രണയം സബ്ജക്റ്റ് വരുന്നത്. ആ പുസ്തകം എഡിറ്റ് ചെയ്ത് നിങ്ങൾ തന്നെയാണോ? എല്ലാ പുസ്തകത്തിൻ്റെ എഡിറ്റിംഗ് നിങ്ങളാണ്. ഈ പ്രണയത്തെക്കുറിച്ചുള്ള ഈ എഴുത്തിൽ പ്രണയത്തിൻ്റെ ഒരു യാത്ര അല്ലെങ്കിൽ പ്രണയത്തിൻ്റെ ഒരു സ്വഭാവം എങ്ങനെ കടന്നു പോകുന്നു? നിങ്ങൾ കണ്ട പ്രണയങ്ങൾ എങ്ങനെയാണ്? സാർ ഈ വർഷവും ഞങ്ങൾ പ്രണയം അത് പറയും എന്നെ ബേസ് ചെയ്ത് എല്ലാ വർഷവും എഴുതും. 2 വർഷം ഇത് കഴിഞ്ഞതിന് ശേഷം ജെൻസി പ്രണയമാണ് ഈ വർഷം എടുത്തത്. മത്സരം വരെ പ്രണയം എന്നുള്ളൊരു സബ്ജക്റ്റ് അത് ശരിക്കും നിർവചിക്കാനാവാത്ത ഒരു വിഷയമാണ്. അപ്പോൾ പഴയകാല പ്രണയം അല്ല ഇപ്പോഴത്തെ പ്രണയം. ഇപ്പോഴത്തെ പ്രണയത്തിന്റെ സ്വഭാവം വേറെയാണ്. ജെൻസികൾ സാർ നേരത്തെ പറഞ്ഞതുപോലെ അവർക്ക് പ്രണയവും അതേപോലെ ഇൻസ്റ്റന്റ് ആണ്. അത് ഞാൻ ചോദിച്ചത്, നിങ്ങൾ ആദ്യം കണ്ട പ്രണയം നിങ്ങൾ എഴുതിയ പ്രണയമാണോ നിങ്ങളുടെ പുതിയ എഴുത്തുകാരുടെ പ്രണയം? അത് പഠിക്കാനാണ് ഞങ്ങൾ ഇത് എടുത്തത്. പക്ഷെ പോരാ, ശരിക്കും പറഞ്ഞാൽ ഉദ്ദേശിച്ച റിസൾട്ട് ഇതിനകത്ത് വന്നില്ല. തീവ്രതയുണ്ട്, പക്ഷെ അതിനകത്തേക്ക് പുസ്തകത്തിലേക്ക് അവരുടെ വിഷയങ്ങൾ എഴുതാൻ ചെറുപ്പക്കാർ തയ്യാറായി വന്നില്ല. പക്ഷെ 1-2 ഇന്റർവ്യൂ നമ്മൾ എടുത്തിരുന്നു. അവരുടെ അഭിപ്രായത്തിൽ ഇതിൽ എഴുത്തുകാർ എബോവ് 40 ആണ്. ഈ ജൻസിക്കാരും ഇതിനകത്ത് എത്തിയിട്ടില്ല. അപ്പൊ അവരെ കുറിച്ച് പറഞ്ഞാൽ ഞങ്ങൾക്ക് വേവലാതിപ്പെട്ട് എഴുതേണ്ടി വന്നു, അത്രേ ഉള്ളൂ. നമ്മൾ അങ്ങനെ എഴുതിയതങ്ങ് തീർത്തു. അവരൊന്നും പറയാം, പക്ഷെ പ്രണയത്തിന്റെ ആകുലതകളാണ് നമ്മൾ കാണുന്നത് അല്ലേ? ആകുലതകൾ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. അവരുടെ അഭിപ്രായങ്ങൾ അവർ തുറന്ന് പറഞ്ഞതായിട്ട് ഞങ്ങൾക്ക് ഒരാളിനെയും കിട്ടിയില്ല. നമുക്ക് സിന്ധുവിന്റെ പ്രണയം എന്ന് ചോദിച്ചാലോ എന്താണ്? സിന്ധു ഇതെല്ലാം ഈ ഗ്രൂപ്പിൽ ഉണ്ടല്ലോ, ഈ പുസ്തകങ്ങളൊക്കെ സിന്ധുവിൻ കൂടി അടങ്ങുന്ന ഒരു കമ്മിറ്റിയാണല്ലോ ഇത് അനലൈസ് ചെയ്യുന്നത്. സിന്ധു MCCയിലായതുകൊണ്ട് സിന്ധു കാണുന്ന ജീവിതങ്ങളുണ്ട്, സിന്ധു കാണുന്ന പ്രണയങ്ങളുണ്ട്. അവിടെ കിടക്കുന്നവർക്കും നിങ്ങളോട് പങ്കുവെക്കും അവരുടെ സുന്ദരമായ പ്രണയങ്ങൾ. അസുഖം വന്നതിന് ശേഷം ഓടിപ്പോയ കാമുകന്മാരെ കുറിച്ചൊക്കെ ആളുകൾ പറയുന്നുണ്ടാകും. അങ്ങനെയുള്ള ജീവിതാനുഭവങ്ങൾ വെച്ച് നിങ്ങളുടെ പ്രണയവും ഇന്നത്തെ തലമുറയുടെ പ്രണയം നഷ്ടപ്പെട്ട മനസ്സുകളുടെ ആകുലതകളും വേവലാതികളും പറയുമ്പോൾ എങ്ങനെ കാണുന്നു പ്രണയത്തെ? ഒരു ഇടപെടൽ സാർ, ഒരു ഇടപെടൽ എനിക്ക് 1 മിനിറ്റ് തരേ. അത് ഈ പ്രണയം ഞങ്ങൾ ഈ വർഷം വിലയിരുത്തിയത് ഞങ്ങളുടെ പ്രണയം തന്നെയാണ്. അതാണ് സിന്ധുവിന് പറയാൻ. സിന്ധു അതിലത്ത് എഴുതിയിട്ടുണ്ട്. പ്രണയലേഖന മത്സരം നടത്തി. തീർച്ചയായിട്ടും ക്യാൻസർ സെന്ററിൽ പ്രണയത്തിന്റെ യഥാർത്ഥ രൂപവും ഭാവവും കാണണമെങ്കിൽ ക്യാൻസർ സെന്റർ 100% എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഞാൻ പലതും ഞാൻ സംസാര മധ്യേ അറിഞ്ഞിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, എന്നോട് പങ്കുവെച്ച ആളുകളുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ ചോദ്യം. അതിൽ കുറേ നമുക്ക് വേദനകൾ വരുന്ന ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ചില സമയത്ത് ഹസ്ബൻഡും വൈഫും തമ്മിൽ ചില വാർഡുകളിൽ ഹസ്ബൻഡിന് വൈഫിനെ കാണാണ്ടിരിക്കേണ്ട വരും. ചിലപ്പോൾ ICUലാണെങ്കിൽ അവർക്ക് കാണാതെ നിൽക്കേണ്ട വരും. ആ സമയത്തൊക്കെ അവർ തമ്മിൽ അനുഭവിക്കുന്ന വിഷമം, അവർ ഒരു ഉദാഹരണം, വളരെ ചെറുതായിട്ടുള്ളൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞങ്ങളെ വാർഡിലൊരു പേഷ്യൻ്റ് വരുമായിരുന്നു. അപ്പോൾ അവർ ഹസ്ബൻഡും വൈഫും ഭയങ്കര അറ്റാച്ച്ഡാണ്. അവർക്ക് ക്യാഷൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ സപ്പോർട്ടിലൂടെ മാത്രം മെഡിസിനൊക്കെ വാങ്ങിയിട്ട് പോകുന്നൊരു പേഷ്യൻ്റാണ്. തിരിച്ചു പോകണമെങ്കിൽ നമ്മൾ ആരെങ്കിലും സഹായിക്കണം. അങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നത്. പക്ഷെ അവർ ഈ ശ്രീകണ്ഠപുരത്തായിരുന്നു അവർ വീട്. മക്കൾ 2 പേരും പാവപ്പെട്ടവരാണ്, മീൻസ് പെൺകുട്ടികളാണ്. അവരെ കല്യാണം കഴിച്ചത് ഓട്ടോ ഡ്രൈവേഴ്സൊക്കെയാണ്. അപ്പം അവർക്ക് കുറച്ച് ഫൈനാൻഷ്യൽ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഹസ്ബൻഡ് വൈഫും തന്നെ വരും. അവർ കുറച്ച് നമ്മുടെ അടുത്തുള്ള അഭയ ആശ്രയമൊക്കെ ഉണ്ടല്ലോ, അവിടെ എവിടെയെങ്കിലും കുറച്ച് ദിവസം താമസിക്കും. അവർ കീമോ ദിവസവും എടുക്കാനുണ്ടാവും. കീമോ കുറേ കാലത്തോളം അവർക്ക് കീമോ മരുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വൈഫ് കുറച്ച് അസുഖം മൂർച്ഛിച്ചു. അത് ഈ ഹസ്ബൻഡ് അതൊരിക്കലും താങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലെത്തി. പക്ഷേ ഹസ്ബൻഡിന് മരിക്കണം എന്നൊക്കെ തോന്നാറുണ്ട്. പക്ഷേ ഈ വൈഫിനെ ഇട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ. അത് കഴിഞ്ഞ് വൈഫ് ബുദ്ധിമുട്ടിലേക്ക് പോയി. എന്നിരുന്നാലും ആ ഹസ്ബൻഡ് അന്നേരം ആ അവസ്ഥയിൽ ഡോക്ടർ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞു, ഞങ്ങൾ ഇത്ര വർഷമായി ഞങ്ങൾ സ്നേഹിച്ച് കല്യാണം കഴിച്ചവരാണ്, ഞങ്ങളിത് ഒരു ദിവസം പോലും പിരിഞ്ഞു നിന്നിട്ടില്ല സിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് കുറേ ബുദ്ധിമുട്ട് കരയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഓരോ സമയത്തും ഇപ്പോഴും അദ്ദേഹത്തിന് അവരെ ഓർമ്മ വരുമ്പോൾ സങ്കടം സഹിക്കാനാവുമ്പോൾ എന്നെ വിളിക്കും, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല സിസ്റ്റർ, എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല, ഞങ്ങൾ അങ്ങനെയായിരുന്നു പ്രണയിച്ച് ജീവിച്ചതെന്ന് പറഞ്ഞിട്ട്. അതൊരു ഒരൊറ്റ പ്രണയം. അതെ, പിന്നെ കണ്ട പ്രണയം, ന്യൂജൻ പ്രണയം, പ്രണയത്തിൽ ബ്രേക്കപ്പുകളാണല്ലോ കൂടുതൽ. അങ്ങനെ അവർ ആഴത്തിൽ ഒരു കണക്കിന് ന്യൂജൻ പ്രണയത്തെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യണം. കാരണം പണ്ടത്തെ കാലത്തുള്ള പ്രണയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹസ്ബൻഡ് ബോയ് ആയാലും ഗേൾ ആയാലും ആരായാലും മറ്റൊരാളുടെ എല്ലാ
തെറ്റുകളും ക്ഷമിച്ച് അവരെ തിരുത്താൻ പറ്റില്ല എന്ന് കണ്ടാലും അവരെ കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു പ്രണയം. അതാണല്ലോ ഒരു അനുഭവിച്ചു തീർക്കും. അതെ അനുഭവിച്ചു തീർക്കുന്നത്. അത് ചിലപ്പോൾ അദ്ദേഹം പിന്നെ മദ്യപാനിയായിരിക്കാം, ആ ജന്മം മുഴുവൻ ആ ലേഡി അനുഭവിക്കേണ്ടി വരും. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ കുറച്ചും കൂടി ബോധമുള്ളവരാണെന്നാണ് ഞാൻ പറയുക. അവർ കുറച്ചു കാലം നോക്കും, പറ്റില്ല എന്ന് കണ്ടിട്ട് അവരവിടെ ബ്രേക്കപ്പിലേക്ക് പോകും. അത് കഴിഞ്ഞിട്ട് പറ്റുന്ന ആളെ വേണ്ടു എന്ന് സ്വന്തമായിട്ട് ചിന്തിക്കാൻ കഴിവുള്ള കുട്ടികളാണ്. അപ്പൊ അതിനൊരു പ്ലസ് ഉണ്ട് എന്നാണ്. പ്ലസും ഉണ്ട് മൈനസും ഉണ്ട്. നമുക്ക് തിരിച്ചു വരാം. രാജി, ഒരു ചോദ്യം, എങ്ങനെ ഷാർജ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏത് എഴുത്തുകാരനും ആഗ്രഹിക്കുന്ന ഒരിടമാണ് ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക്. ഞാനവിടെ സ്ഥിരമായി പോകുന്ന ഒരാളാണ്. ലോകത്തെ എഴുത്തുകാരെല്ലാം അവിടെ വരും, വായനയെ പ്രണയിക്കുന്നവരെല്ലാം പുസ്തകം തേടി അവിടെ വരും. അത് വേറൊരു ലോകമാണ്. ആ ലോകത്തേക്കുള്ള ആദ്യ എൻട്രി എപ്പോൾ, എങ്ങനെ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. സാർ, അത് ഞാൻ ഈ ഒരു പ്രസ്ഥാനം രൂപീകരിക്കുന്നിടത്തേക്ക് പോകേണ്ടി വരും. എഴുതാൻ അവസരം കിട്ടാതെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ ഒതുക്കി വെച്ചിരിക്കുന്ന ഒരു കൂട്ടം സ്ത്രീകളെയാണ് ഞാൻ താജിയിലേക്ക് കൊണ്ടുവന്നത്. അവർ നേരത്തെ ഞാൻ പറഞ്ഞ 2016 എൻ്റെ ആദ്യ പുസ്തകം, 2017, 18, 19, 20, 21. എത്ര പുസ്തകം കഴിഞ്ഞു രാജി? ഞാൻ എൻ്റെ സ്വന്തമായിട്ട് 9 പുസ്തകമുണ്ട്. പിന്നെ ഈ ആന്തോളജികളിലെല്ലാം എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ എഡിറ്ററും കൂടെ ആകുമ്പോൾ ഈ 176 ഞാൻ എഡിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് പബ്ലിക്കേഷൻ്റെ ഭാഗമായിട്ട് ചെയ്തതുകൊണ്ട്, അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് എഴുത്തിൻ്റെ കണക്ക്. എനിക്കതങ്ങനെ എൻ്റെ സ്വന്തമായിട്ട് 9 പുസ്തകമുണ്ട്. അതിൽ എഴുതിയപ്പം രാജി അരവിന്ദ് ഇരുട്ടിയുടെ എഴുത്തുകാരി എന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്ററുകളൊക്കെ ഇങ്ങനെ ഇരുട്ടിലൊക്കെ പല സംഘടനകളും വെച്ച് കഴിഞ്ഞപ്പം എൻ്റെ കൂടെയുള്ള കുറച്ച് പരിചയമുള്ള സ്ത്രീകൾ പറഞ്ഞു, ഞങ്ങൾക്കും എഴുതണമെന്ന് വലിയ ആഗ്രഹമുണ്ട്, ഒരാൾ നമ്മളെ പരിഗണിക്കുന്നില്ല, നമുക്കൊരു അവസരം, നമുക്ക് എന്താണ് ചെയ്യാതെ നമ്മളെ കൂടെയൊക്കെ എങ്ങനെ സഹായിക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവരെ എല്ലാം എൻ്റെ വീട്ടിലേക്ക് വിളിച്ചു. അവരോട് ആദ്യമായിട്ട് ഈ പെണ്ണില്ലത്തിൻ്റെ ആരംഭം അവിടെ നിന്നാണ്, നമുക്കൊരു കവിതാ സമാഹാരം ഇട്ടാൽ നിങ്ങൾ എഴുതിക്കോ. പക്ഷേ സാധാരണ കവിത ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വെച്ചിട്ട് എൻ്റെ ക്യാൻസർ ചികിത്സയ്ക്ക് ശേഷമാണ്, 23-ലാണ്. അപ്പോഴത്തേക്കും ഞാൻ മെൻ്റലി വളരെ പവർഫുള്ളായി. ഞാൻ ഒന്നിനെയും നെഗറ്റീവായിട്ട് കാണാതെ എനിക്ക് മുന്നോട്ടേക്കുള്ളൊരു ചിന്തയാണ്. അപ്പോൾ എൻ്റെ കൂടെ പറഞ്ഞവരെ സഹായിക്കണം എന്ന് വിചാരിച്ചാൽ എൻ്റെ വീട്ടിൽ വിളിച്ചു. അവരെ വിളിച്ചിട്ട് അവരോട് പറഞ്ഞു നമുക്കൊരു കവിതാ സമാഹാരമാക്കാം. പക്ഷേ അത് സാധാരണ കവിതയ്ക്ക് വായനക്കാർ കുറവാണിപ്പോൾ. അതുകൊണ്ട് നമുക്കൊരു ചെറിയൊരു മാറ്റം ഇതിനകത്ത് വരുത്താം, നിങ്ങളുടെ ആത്മാനുഭവങ്ങളും കൂടെ അതിനകത്ത് എഴുതണമെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള പുസ്തകത്തിന് വായനക്കാരുണ്ടാവും. അതാണ് പെണ്ണില്ലത്തിൻ്റെ ഇത്രയും ക്ലിക്കാവാനുള്ള ഒരു ഒറ്റ കാരണം. ഷാർജയിൽ എങ്ങനെ എത്തിപ്പെട്ടു? അതെ, ആ എഴുതുന്ന സമയത്ത് ഞാൻ അവർക്കൊരു ഇത് ആദ്യം എഴുത്തുകാരാണ്, പുതിയ എഴുത്തുകാരാണ്, അവസരങ്ങളില്ലാതിരുന്നവരെ ആദ്യമായിട്ട് കൊണ്ടുവരുമ്പോൾ അതിനകത്ത് കുറച്ച് പ്രയാസങ്ങളും കാര്യങ്ങളും ഒക്കെ ഒരുപാട് എഡിറ്റിംഗ് ഒക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അവരോട് പറഞ്ഞ് എനിക്ക് ഈ ഷാർജയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, നമുക്ക് സാധിക്കുമെങ്കിൽ ഈ പുസ്തകം, പുതിയ ആൾക്കാരല്ലേ, നിങ്ങളുടെയൊക്കെ പുസ്തകം നമുക്ക് ഷാർജയെ പ്രകാശനം ചെയ്യാതെ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാമെന്ന് പറഞ്ഞു. ആ ഒരു വാക്കാണ്, ഒരു വാക്ക് പറഞ്ഞ് അത് പാലിക്കണമല്ലോ, അത് മനസ്സിൽ ഒരുപാട് ഒരു സ്വപ്നമായി. ആദ്യമായിട്ടാണോ ദുബായിലേക്ക് പോകുന്നത്? അതെ, ദുബായിൽ 23 ഇത് രൂപീകരിച്ചു. 24 ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിലേക്കുള്ള യാത്ര എങ്ങനെയായിരുന്നു അനുഭവം? കാരണം അത് ഈ ഷാർജ ബുക്ക് ഫെയറിന് ഒരു ഗേറ്റ് ഒന്നും അല്ലല്ലോ, പല ഗേറ്റ് ആണല്ലോ, വേറൊരു ലോകമാണല്ലോ. എന്തായിരുന്നു ആ എൻട്രി? ആരെല്ലാം പോയത്? ഞങ്ങൾ 62 പേര് എഴുതി, പക്ഷെ 27 പേര് പോയി. 27 പേര് പോയി? നിങ്ങളൊക്കെ പോയി? എല്ലാവരും പോയി. നമ്മളൊന്നും അവിടെ കണ്ടില്ലല്ലോ എന്നാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത്. അത് ഇന്റലക്ച്വൽ ഹാളിലായിരുന്നു. ഞങ്ങൾക്ക് വലിയ ആള് കൂടുതലുള്ളതുകൊണ്ട് മോഹൻ സാർ അവിടെയാണ് അനുവാദം തന്നത്, ഇന്റലക്ച്വൽ ഹാളിൽ. ആദ്യത്തെ വർഷവും 2ാമത്തെ വർഷവും രണ്ടാമത്തെ വർഷം ഞങ്ങൾ കുറേ കലാപരിപാടികളുണ്ട്, തിരുവാതിരയൊക്കെ അവതരിപ്പിച്ചു, ഭയങ്കരമായിട്ട് ഹിറ്റാക്കിയിട്ടങ്ങ് പോകുന്നത്. അവരോട് ഞാനൊരു വാക്ക് പറഞ്ഞിരുന്നു, നമുക്ക് ഷാർജ പുസ്തകത്തിൽ നിങ്ങളുടെ പുസ്തകം നമുക്ക് പ്രകാശനം ചെയ്യാം. 60 പേരുടെ പുസ്തകം നമുക്ക് ചരിത്രമാണ്. എവിടെ 50 പുസ്തകത്തിൽ കൂടുതൽ ഒരു ലേഡീസ് സംഘടനകളും എഴുതിയിട്ടില്ല എന്ന്. കേരളത്തിൽ ഇങ്ങനെ ഒരു സംഘടന ഇത്രയും 122 അംഗങ്ങളിലെ ഇത്രയും എല്ലാ എഴുത്തുകാരാണ്, അവർക്ക് അതിൻ്റെതായ വേദികൾ. സാർ, ഇതിനകത്ത് അത്രയും ഇത് എഴുത്തുകാരുടെ എഴുത്ത് മാത്രമല്ല ഇതിനകത്തുള്ള. ഞങ്ങൾക്ക് റേഡിയോ ഉണ്ട്, പെണ്ണില്ലൻ റേഡിയോ ഉണ്ട്, അതിൻ്റെ അവതാരകയാണ് സുധാ കൈതാരം. തന്നെ ഞങ്ങളൊരു ഒരുപാട് എത്ര പേരിലേക്ക് അത് സ്പ്രെഡ് ചെയ്യുന്നത്? ഏകദേശം 17,000 പേരിലേക്ക് പോകുന്നുണ്ട്. റേഡിയോ ഉണ്ട്, പിന്നെ ഞങ്ങൾക്ക് യൂട്യൂബ് ചാനലുണ്ട്, പബ്ലിക്കേഷൻ ഉണ്ട്, സാഹിത്യവേദി ഉണ്ട്,
സ്ഥലമുണ്ട്. ഇപ്പം ഡോക്യുമെൻ്ററിയും കൂടെ എടുത്ത് ഞങ്ങൾ 5ാമത്തെ സ്ഥലത്തേക്ക് കൈവച്ചിരിക്കുക. ഡോക്യുമെൻ്ററി ഭയങ്കരമായിട്ട് ഹിറ്റായി. ഇപ്പോൾ ഡോക്യുമെൻ്ററി വർഷം എടുത്ത് കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് പ്രേംനസർ അവാർഡ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിന്ന് പോയി വാങ്ങി. അപ്പോൾ അങ്ങനെ ഒരുപാട് അവാർഡ് പെണ്ണില്ലൻ ഡോക്യുമെൻ്ററി എടുത്തിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഞങ്ങൾ ഷാർജയിൽ അങ്ങനെയാണ് പോയത്. ഇവർക്ക് ഞാനൊരു ഒരു വാഗ്ദാനം കൊടുത്തിരുന്നു, നമുക്ക് ഷാർജ. അപ്പോൾ എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ, ഇതിൻ്റെ പ്രസിഡൻറ്റ് ആദ്യം ഒരു അനിതാദേവിയായിരുന്നു. അവരുടെ ഒരു സുഹൃത്ത് അവിടെയുണ്ട്. മറ്റേ ഒരു കോളേജ് ആ സംഘടനയുടെ പേര് മറന്നുപോയി, അക്കാഫിൻ്റെ അത് അനിത അതിനകത്തുണ്ടായിരുന്നതാണ്. അവരുടെ സുഹൃത്തുക്കളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അവരുടെ കെയർ ഓഫിൽ ഇതിനെക്കുറിച്ച് അവരുടെ സാധ്യതകളെക്കുറിച്ച് അന്വേഷിച്ച് മോഹൻ സാറിലേക്ക് കയറി. മോഹൻ സാറിനോട് അപ്ലൈ ചെയ്തിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെയുണ്ട്, അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് തരാൻ പറഞ്ഞു. അപ്പോൾ സാറ് ഭയങ്കരമായിട്ട് എക്സൈറ്റഡായി. കാര്യം ഇങ്ങനെ ഒരു സംഘടനയെക്കുറിച്ച് സാറ് കേട്ടിട്ടില്ല. അങ്ങനെയാണ് ഞങ്ങൾക്ക് ആദ്യം അവിടെ എൻ്റർ കിട്ടിയത്. സുധാ, ഈ സ്ത്രീകൾ ഒരുമിച്ച് കൂടിയാലേ അവർ ഒന്നിച്ചു പോകാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് പറയല്. അങ്ങനെയാണ് കേട്ടിട്ടുള്ളത്. അതിനൊക്കെ അതിന് പല രീതിയിലുള്ള സ്ലാങ്ങുകളും ഉണ്ട്, പല രീതിയിലുള്ള കമൻറ്റുകളും ഉണ്ട്. തല്ലിപ്പിരിയാൻ ഏറ്റവും സാധ്യതയുള്ളവരാണ് ഒന്നിച്ചു കൂടുന്ന സ്ത്രീകൾ എന്നാണ്. എന്താണ് അതിൻ്റെ ഒരു അവസ്ഥ? അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്, പണ്ട് തൊട്ടേ കേട്ടിട്ടുള്ളത്. നമ്മുടെ അതിലും ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾക്കൊരു ഹെഡ് മാസ്റ്റർ ഉണ്ട്. ഹെഡ് മാസ്റ്റർ ഇടയ്ക്ക് നല്ലവണ്ണം ചൂരിലെടുക്കാറുണ്ട്. ഞങ്ങളൊക്കെ അനുസരിക്കാറുണ്ട്. ശരിക്കും ഞാൻ എൻ്റെ പെണ്ണിലത്തിൻ്റെ ജനറൽ സെക്രട്ടറി, ഞാൻ പ്രസിഡൻ്റാണ്. ഇപ്പോൾ ഈ പെണ്ണിലത്തിൻ്റെ തുടക്കം തൊട്ട് ഞാൻ പെണ്ണിലത്തുള്ള ഒരാളാണ്. അപ്പോൾ എൻ്റെ കഴിവുകൾ, ഞാനൊരു ആങ്കറിങ് ചെയ്യുന്ന ആളാണ്, ന്യൂസ് റീഡറാണ്. ഷാർജയിൽ പോയി അത്രയും വലിയ പരിപാടി ആങ്കറിങ് ചെയ്യാനുള്ളൊരു ഭാഗ്യവും കൂടി ഈ കഴിഞ്ഞ 2 വർഷവും എനിക്ക് കിട്ടി. അതിടത്തുനിന്ന് ഒത്തിരി പരിപാടിയുണ്ട്. അപ്പം രാജിമാമെന്ന് പറയുന്നത് ഞങ്ങൾക്ക് ജനറൽ സെക്രട്ടറി മാത്രമല്ല, ഞങ്ങൾക്ക് എല്ലാവരും പെണ്ണിലത്തിൻ്റെ അമ്മയെന്നാണ് ഞങ്ങൾ പറയുന്നത്. ഒരു അമ്മ കുടുംബത്തിലുള്ളവരെ വഴക്ക് പറയുന്ന പോലെ ഞങ്ങളത് കേൾക്കും, അനുസരിക്കും. വഴക്കുകളൊക്കെ കിട്ടാറുണ്ട്, പക്ഷെ അങ്ങനെ വലിയ വലിയ പ്രശ്നങ്ങളൊന്നും ദൈവാനുഗ്രഹം കൊണ്ട് ഉണ്ടായിട്ടില്ല. സിന്ധു, അടുത്ത തവണ ഷാർജ ബുക്ക് ഫെയറിൽ എന്തൊക്കെയാണ് പ്ലാനിങ്? ട്രഷറർ അല്ലേ, പൈസയെല്ലാം കയ്യിലുള്ള ആളല്ലേ, എന്ന് പറയും. അടുത്ത വർഷം ബുക്ക് സെലക്റ്റീവായിട്ട് കൊണ്ടുപോകണം എന്നാണ് പ്ലാൻ ഇട്ടിട്ടുള്ളത്. നമ്മുടെ ഒരു പ്ലാൻ അങ്ങനെയാണ്. കാരണം ഇത്രയും കാലം പ്രൊമോഷന് വേണ്ടി നേരത്തെ മാഡം പറഞ്ഞതുപോലെ തന്നെ എഴുതി തുടങ്ങുന്നവരെ പ്രൊമോട്ട് ചെയ്തിട്ട് ഒരുപാട് പുസ്തകങ്ങളെന്നായിരുന്നു നമ്മുടെ കോൺസെപ്റ്റ്. അപ്പം അത് മാറിയിട്ട് ഉള്ളതിൽ ക്വാളിറ്റിയുള്ള പുസ്തകങ്ങൾ നമ്മൾ എഴുത്തിനെ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇപ്രാവശ്യത്തെ കോൺസെപ്റ്റ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് സ്ക്രീനിങ് തുടങ്ങി. അപ്പോൾ എൻ്റെ ഒരു പുസ്തകം ഞാൻ ഓൾറെഡി കൊടുത്തു. എത്ര പുസ്തകം അടുത്ത റിലീസിങ് ഉദ്ദേശിക്കുന്നത്? സർ, ഇപ്പം എൻഡോമെൻ്റ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ഇത് ഞങ്ങളുടെ ഒരു തീരുമാനം മറ്റേതുപോലെ എണ്ണത്തിലല്ല. ആദ്യം 60, പിന്നെ 101, അത് ഞങ്ങൾ വിട്ടു. ഇപ്പം പുരുഷന്മാരുടെ അടക്കം പുസ്തകങ്ങൾ നമ്മൾ എൻഡോമെൻ്റ് ഏർപ്പെടുത്തിയിട്ട് ക്ഷണിക്കുന്നു. ക്വാളിറ്റി ഉള്ളത് മാത്രം. പുരുഷന്മാരും വരാൻ പോവുകയാണ്. പബ്ലിക്കേഷൻ അങ്ങനത്തെ കൊടുക്കൂല. അത് കൊടുക്കാൻ പറ്റില്ല. പെണ്ണില്ലത്തിന്റെ ബയലോ അങ്ങനെയാണ്. വേദത്തിന്റെ പരിപാടിയാണ് പെണ്ണില്ലത്തിന്റെ ബയലോയിൽ പറയുന്നത്. പുസ്തകം, ബയലോയിൽ എന്ന് പറഞ്ഞ് എല്ലാം ചെയ്യാം. നമുക്ക് സ്ത്രീകൾക്ക് പുരോഗതിക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാം. നമുക്ക് സമയം പരിമിതമാണ്. ഒത്തിരി സംസാരിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടായ്മ ഇത്. കാരണം പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നുപോയ മനുഷ്യർ, ഇപ്പോൾ സിന്ധു ആയാലും രാജി ആയാലും സുധയായാലും, ജീവിതം നമുക്ക് അനുഭവങ്ങളിൽ നിന്നേ നമുക്ക് എഴുതാൻ പറ്റും. ഒരാൾ രാവിലെ എഴുന്നേറ്റിരുന്നെങ്കിൽ ഞാൻ എഴുതിക്കളയാമെന്ന് തീരുമാനിച്ചാൽ ഒരാൾക്കും എഴുതാൻ കഴിയില്ല. നല്ല പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നുപോയ നല്ല വായനയുള്ളവർക്ക് മാത്രമേ നന്നായി എഴുതാൻ കഴിയൂ. അപ്പോൾ ഇത്രയധികം സ്ത്രീകൾ നാട്ടിൽ എഴുതാൻ തയ്യാറായിരിക്കുന്നു. പെണ്ണില്ലം കടന്നുപോയ വഴികൾ കേൾക്കുമ്പോൾ മനസ്സിന് വലിയ സന്തോഷമുണ്ട്. ഇത് നാളെ കേരളത്തിലെ ഏറ്റവും ശക്തമായ ഒരു വനിതാ കൂട്ടായ്മയായി മാറും എന്ന കാര്യത്തിൽ നേർരേഖയ്ക്ക് സംശയമില്ല. കാരണം ഇപ്പം തന്നെ 3-4 വർഷം കൊണ്ട് തന്നെ ഇവർ അങ്ങ് ആകാശത്തോളം വളർന്നു കഴിഞ്ഞു. ഇനി വളരാൻ, പടർന്നു പന്തലിക്കാൻ ശിഖരങ്ങളിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാരവാഹികൾ അത് കൃത്യമായി പ്ലാൻ ചെയ്യുന്നുണ്ട്. നേർരേഖയും നിങ്ങൾക്കൊപ്പമുണ്ട് എന്നാണ് പറയാനുള്ളത്. വായിക്കാനും അറിയാനും ചേരാനും മിണ്ടാനും പറയാനും ഒക്കെ ഞങ്ങളും കൂടെയുണ്ട്. ഈ നേർരേഖയിലെ പ്രേക്ഷകരും നിങ്ങൾക്കൊപ്പം ഇത് കണ്ടു കഴിയുമ്പോൾ ഉണ്ടാകും എന്നാണ് എൻ്റെ പ്രതീക്ഷ. പ്രേക്ഷകർക്കും ഒപ്പം പങ്കെടുത്ത നിങ്ങൾ 3 പേർക്കും നന്ദി, നമസ്കാരം.